നമസ്കാരം, ഞാൻ ഡോക്ടർ സുധീർ, കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഗാസ്ട്രോ സർജനാണ്. ഇന്ന് ഒബിസിറ്റി ഡേ ആണ്. ഒബിസിറ്റി മദർ ഓഫ് ഓൾ ഡിസീസസ് എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പല അസുഖങ്ങൾക്കും കാരണം അമിതവണ്ണമാണ്. നാട്ടിൽ ഏകദേശം ഒരു 30% ആൾക്കാർ ഇന്ത്യയിൽ ഒബീസ് ആണ് എന്നാണ് പറയുക. നമ്മുടെ ശരീരത്തിലെ ഏകദേശം എല്ലാ വ്യവസ്ഥകളെയും ഒബിസിറ്റി ദോഷകരമായി ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, സ്ലീപ്പ് ആപ്നിയ, ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ, ക്യാൻസർ, മുട്ടുവേദന, ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനെ പല അസുഖങ്ങൾക്കും കാരണം ഒബിസിറ്റിയാണ്. നമ്മുടെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്നതാണ് ഒബിസിറ്റിയെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം നമ്മൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കാലറിയുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഒബിസിറ്റി കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വളരെ വളരെ ആവശ്യമാണ്. ഡയറ്റ് ആൻഡ് എക്സസൈസസ്, ഇതാണ് ഒബിസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രാഥമികമായ കാര്യം. നമ്മുടെ ഭക്ഷണത്തിലുള്ള കലറി ഇൻടേക്കിനെ പറ്റി നമ്മൾ അവബോധവാന്മാരായിരിക്കുക. വേണ്ടുന്നത്ര കൃത്യമായ എക്സസൈസുകൾ നമ്മൾ ചെയ്യുക. ഇത് വളരെ ആവശ്യമാണ്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒബിസിറ്റി 35 BMI കൂടുതലുണ്ടെങ്കിൽ, അതിന് കൂടെ വേറെ വല്ല ഒബിസിറ്റി റിലേറ്റഡ് അസുഖമുണ്ടെങ്കിൽ, അല്ലെ BMI 40 കൂടുതലാണെങ്കിൽ പലപ്പോഴും സർജറി ആവശ്യമാവും. സർജറി വളരെ സേഫ് ആണ്. സർജറി കൊണ്ട് ഒബിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള റിലീഫാണ് നമ്മൾ സർജറി കൊണ്ട് ഒബിസിറ്റി കിട്ടുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ആൻറ്റി ഒബിസിറ്റി മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്, ഇൻജെക്റ്റബിൾ മെഡിക്കേഷൻസ്. ഒബിസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവയൊക്കെ വളരെയധികം ഫലപ്രാപ്തിയുള്ളതുമാണ്. ഇന്നത്തെ എൻ്റെ സന്ദേശം, കൃത്യമായ ഭക്ഷണ രീതി ശീലിക്കൂ, കൃത്യമായ എക്സസൈസുകൾ ചെയ്യൂ, ഒബിസിറ്റി പ്രിവെൻറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. താങ്ക് യു.